ലോകത്തിന്റെ ഏത് കോണിലുള്ളവരുടെയും ബക്കറ്റ് ലിസ്റ്റിലെ ഒന്നാമത്തെ നഗരം ഏത് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുന്ന പേര് ലണ്ടൻ എന്നായിരിക്കും. സിനിമകളിലും സാഹിത്യത്തിലും നമ്മൾ കണ്ട ആ ഒരു ലണ്ടൻ, അതായത് ക്ലീനായ തെരുവുകളും യൂണിഫോം ധരിച്ച ചിട്ടയുള്ള മനുഷ്യരും ആധുനികമായ ട്രെയിനുകളും, ആ ചിത്രം ഇന്ന് പതുക്കെ മങ്ങുകയാണ്. ബിഗ് ബെന്നും തെംസ് നദിയും ഒക്കെ നിറഞ്ഞ ആഡംബരപൂർണമായ ആ ലണ്ടൻ ചിത്രം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ഒരു വീഡിയോയെ കുറിച്ചാണ്. അത് ലണ്ടൻ നഗരത്തിന്റെ പകിട്ടിനെ തന്നെ കീറി മുറിക്കുന്ന ഒന്നാണ്. പ്രശസ്ത ഇൻസ്റ്റഗ്രാം വ്ലോഗർ മേർമ പങ്കുവച്ച ആ ദൃശ്യങ്ങൾ വെറുമൊരു യാത്രാ വിവരണമല്ല, മറിച്ച് വികസിതമെന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ലണ്ടന്റെ ശുചിത്വമില്ലായ്മയും അതുപോലെ സാമൂഹിക അധപതനത്തെയും കുറിച്ചുള്ള ഒരു ഷോക്കിംഗ് എക്സ്പോഷർ ആയിരുന്നു. നമ്മൾ സ്വപ്നം കാണുന്ന ആഡംബര ലണ്ടന്റെ മറുവശത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? തിളങ്ങുന്ന തെരുവുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അപ്രിയ സത്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ലണ്ടൻ ഒരു സ്വപ്ന നഗരം തന്നെയാണ്. ചരിത്രമുറങ്ങുന്ന തെരുവുകളും ബിഗ് ബെന്നും തെംസ് നദിയും എല്ലാം ചേർന്ന ഒരു മനോഹരമായ ചിത്രം ഓരോ സഞ്ചാരിയുടെയും മനസ്സിലുണ്ടാകാം. സിനിമകളും സാഹിത്യവും നമുക്ക് നൽകിയ ലണ്ടൻ അത്രമേൽ വൃത്തിയുള്ളതും ആധുനികവുമായ ഒന്നായിരുന്നു. മേർമയും അവരുടെ അമ്മയും ലണ്ടനിലെ പ്രശസ്തമായ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ, ദ ട്യൂബ് എന്ന് വിളിക്കുന്ന റെയിൽവേയിൽ നടത്തിയ യാത്രയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. എന്തായാലും സിനിമകളിൽ കണ്ട ആഡംബരം പ്രതീക്ഷിച്ചിറങ്ങിയ അവർക്ക് മുന്നിൽ തെളിഞ്ഞത് മനം മടുപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ട്രെയിനിനായിട്ട് കാത്തു നിൽക്കുന്നതിനിടയിൽ പ്ലാറ്റ്ഫോമിലെ ട്രാക്കിലേക്ക് ഒരാൾ പരസ്യമായി മൂത്രമൊഴിക്കുന്ന കാഴ്ചയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത്. എന്നാൽ ഇതുകൊണ്ടും അവസാനിച്ചില്ല. ട്രെയിനിനുള്ളിലെ സീറ്റിൽ പോലും മൂത്രമൊഴിച്ച് വൃത്തിഹീനമാക്കിയ ദൃശ്യങ്ങൾ യാത്രക്കാരെ ഞെട്ടിച്ചു. മൂക്ക് പൊത്തിപ്പിടിച്ചാണ് ആളുകൾ യാത്ര ചെയ്തിരുന്നത്. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വ്ലോഗർ കുറിച്ചത് ലണ്ടനിൽ ഇനി ലണ്ടന്റേതായിട്ട് ഒന്നും ബാക്കിയില്ല എന്നാണ്. ഒരു കാലത്ത് ലോകത്തിന് മാതൃകയായിരുന്ന ഒരു നഗരത്തിന്റെ ശുചിത്വ നിലവാരം ഇത്രത്തോളം തകർന്നു എന്നത് ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ലണ്ടനിലെ പൊതുഗതാഗത സംവിധാനമായ അണ്ടർഗ്രൗണ്ട് അഥവാ ട്യൂബ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസവും ഇതിനെ ആശ്രയിക്കുന്നത്. എന്നാൽ സമീപകാലത്തായിട്ട് ഇവിടുത്തെ ശുചിത്വമില്ലായ്മയെക്കുറിച്ച് വ്യാപകമായ പരാതികളാണ് ഉയരുന്നത്. ട്രാക്കുകളിലെ എലികളുടെ ശല്യം, സീറ്റുകളിലെ അഴുക്ക്, വായുസഞ്ചാരമില്ലാത്ത അവസ്ഥ എന്നിവ ട്യൂബ് യാത്രയെ പലപ്പോഴും ദുസ്സഹമാക്കുന്നു. ഇതിനു പുറമെയാണ് പരസ്യമായ വിസർജനവും സാമൂഹിക വിരുദ്ധമായ പെരുമാറ്റങ്ങളും വർദ്ധിക്കുന്നത്. ലണ്ടൻ ജീവിതത്തെ ഒരു സ്വർഗമായി കാണുന്ന ഇന്ത്യക്കാരും പാകിസ്ഥാനികളും അടങ്ങുന്ന ഏഷ്യൻ സമൂഹത്തിന് ഈ യാഥാർത്ഥ്യങ്ങൾ വലിയ തിരിച്ചറിവാണ് നൽകുന്നത്. ഗ്ലാമർ നിറഞ്ഞ ഇൻസ്റ്റഗ്രാം റീലുകൾക്കും സിനിമകൾക്കും അപ്പുറം ലണ്ടന് മറ്റൊരു മുഖമുണ്ടെന്ന മെഹർമയുടെ വീഡിയോ ഓർമ്മിപ്പിക്കുന്നു. ഈ ശുചിത്വ പ്രതിസന്ധി വെറും ഒരു ട്രെയിൻ യാത്രയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ലണ്ടനിലെ തെരുവുകളിലും പാർക്കുകളിലും സമാനമായ രീതിയിലുള്ള മലിനീകരണം ദൃശ്യമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാൻ മസാലയുടെയും ഗുഡ്കയുടെയും ഉപയോഗമാണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ ശീലം ഇന്ന് ലണ്ടനിലെ തെരുവുകളിലും ഒരു വലിയ ശാപമായി മാറിയിരിക്കുകയാണ്. റോഡുകളിലും ചുവരുകളിലും പൊതുസ്ഥലങ്ങളിലും പാൻ ചവച്ചു തുപ്പുന്നത് പതിവാവുകയാണ്. ലണ്ടനിലെ ബ്രെൻ പോലുള്ള കൗൺസിലുകളിൽ ഇത് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. വെളുത്തതും വൃത്തിയുള്ളതുമായ നടപ്പാതകളിൽ പാൻ കറകൾ നിറയുന്നത് നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, ഇത് വൃത്തിയാക്കാൻ വൻ തുകയാണ് ഭരണകൂടത്തിന് ചെലവാക്കേണ്ടി വരുന്നത്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം ഈ കറകൾ നീക്കം ചെയ്യുന്നതിനായി നഗര കൗൺസിലുകൾ 35 ലക്ഷത്തിലധികം രൂപയാണ് മാറ്റിവെച്ചത്. ഒരു വികസിത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു സാമ്പത്തിക നഷ്ടമല്ല, മറിച്ച് പൗരബോധത്തിന്റെ തകർച്ച കൂടിയാണ് സൂചിപ്പിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ ബ്രെൻ കൗൺസിൽ ഇപ്പോൾ ഇത്തരം പ്രവണതകൾക്കെതിരെ വലിയ രീതിയിലുള്ള ശുചീകരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. പാൻ ചവച്ചു തുപ്പുന്നത് തടയാൻ കർശനമായ പിഴ ശിക്ഷകൾ ഏർപ്പെടുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. എന്നാൽ ഇത് കേവലം നിയമം കൊണ്ട് മാത്രം തടയാവുന്ന ഒന്നല്ല, മറിച്ച് ജനങ്ങളുടെ ബോധവൽക്കരണത്തിലൂടെയും ഉത്തരവാദിത്തത്തിലൂടെയും മാറ്റിയെടുക്കേണ്ട ഒന്നാണ്. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്കും നീങ്ങുന്നുണ്ട്. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ നിയന്ത്രണമില്ലാത്ത കുടിയേറ്റമാണ് ലണ്ടന്റെ ഈ ഗതിക്ക് കാരണമെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. തങ്ങളുടെ രാജ്യങ്ങളിലെ മോശം ശീലങ്ങൾ ലണ്ടനിലും ഇവർ നടപ്പിലാക്കുന്നു എന്നാണ് ഇവരുടെ വാദം. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു വിഭാഗം രംഗത്തെത്തുന്നുണ്ട്. ലണ്ടനിലെത്തുന്ന ഭൂരിഭാഗം ഇന്ത്യൻ കുടിയേറ്റക്കാരും വിദ്യാസമ്പന്നരും ഉയർന്ന ജോലി ചെയ്യുന്നവരുമാണ് എന്നും അവർ ഇത്തരം മോശം പ്രവൃത്തികളിൽ ഏർപ്പെടാറില്ല എന്നും ഇവർ വാദിക്കുന്നു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് പകരം നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും പൊതു സൗകര്യങ്ങളുടെ അഭാവവും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ലണ്ടൻ നഗരം നേരിടുന്ന ഈ ഒരു പ്രതിസന്ധി നഗരവൽക്കരണത്തിന്റെ ഒരു ഇരുണ്ട വശമാണ് തുറന്നു കാട്ടുന്നത്. ജനസംഖ്യ വർദ്ധിക്കുന്നതും പൊതു ടോയ്ലറ്റുകളുടെ എണ്ണം കുറയുന്നതും ചെയ്യുന്നത് ഇത്തരം ശുചിത്വമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ടാകാം. എങ്കിലും പൗരബോധമില്ലാത്ത പെരുമാറ്റം ന്യായീകരിക്കാനാവില്ല.
ലണ്ടൻ ഇന്ന് കേവലം ഇംഗ്ലീഷുകാരുടെ മാത്രം നഗരമല്ല, അത് ലോകത്തിന്റെ ഒരു പരിച്ഛേദമാണ്. അവിടെയുള്ള ഓരോ വ്യക്തിക്കും ആ ഒരു നഗരത്തിന്റെ ശുചിത്വം കാത്തുസൂക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. ലണ്ടനിലേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നവർ അവിടുത്തെ ജോലി സാധ്യതകളും ജീവിത നിലവാരവും മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് ഇത്തരം പ്രായോഗികമായ വെല്ലുവിളികൾ കൂടി നേരിടാൻ തയ്യാറായിരിക്കണമെന്നാണ് ഈ ചർച്ചകൾ നൽകുന്ന സന്ദേശം. യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ സമീപിച്ചാൽ മാത്രമേ നമുക്കൊരു നഗരത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ലണ്ടൻ ഇന്നും ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ തിളക്കമുള്ള ആ നഗരത്തിന്റെ ഇടവഴികളിലും ട്രെയിൻ ട്രാക്കുകളിലും അടിഞ്ഞുകൂടുന്ന അഴുക്ക് ആഗോള നഗരങ്ങൾ നേരിടുന്ന വലിയൊരു തകർച്ചയുടെ അടയാളമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.